നമസ്കാരം. ഇന്ന് നമ്മൾ രസതന്ത്ര വിഭാഗത്തിൽ ലോഹസങ്കരങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ഞാൻ പ്രദീപ്. ഏവർക്കും പ്രദീപ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലോഹസങ്കരങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടിച്ചേരുന്നതും അവയിൽ ഒരെണ്ണമെങ്കിലും ലോഹവുമാണെങ്കിൽ അത്തരം പദാർത്ഥങ്ങളെയാണ് നമ്മൾ ലോഹസങ്കരങ്ങൾ എന്ന് വിളിക്കുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടിച്ചേരുന്നതും അവയിൽ ഒരെണ്ണമെങ്കിലും ലോഹവുമാണെങ്കിൽ അത്തരം പദാർത്ഥങ്ങളെ ലോഹസങ്കരങ്ങൾ എന്ന് വിളിക്കാം. അതായത് ലോഹസങ്കരങ്ങൾ എന്ന് പറഞ്ഞാൽ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും ഒരു ഏകീകൃത മിശ്രിതമാണ്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും ഒരു ഏകാത്മക മിശ്രിതമാണ് ഏതെന്ന് പറയുന്നത് ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയും. ഹോമോജീനിയസ് ഏകാത്മകം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവ സവിശേഷതകളാൽ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. അങ്ങനെയുള്ളവയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്, ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. അപ്പൊ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും ഒരു ഏകാത്മക മിശ്രിതമാണ് ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടിച്ചേരുന്നതും അവയിൽ ഒന്നെങ്കിലും ലോഹവുമായ പദാർത്ഥങ്ങളെ ലോഹസങ്കരങ്ങൾ എന്ന് വിളിക്കാം. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും ഒരു ഏകാത്മക മിശ്രിതമാണ് ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാൻ കഴിവുള്ളവയുമാണ് ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. ലോഹങ്ങളെക്കാൾ മികച്ച ബലവും അതുപോലെ തന്നെ ലോഹനാശനത്തെ ചെറുക്കുവാനുള്ള കഴിവുള്ളവരുമാണ് ലോഹസങ്കരങ്ങൾ. ഈ ലോഹസങ്കരങ്ങൾക്ക് ഘടകലോഹങ്ങളെക്കാൾ ദ്രവണാങ്കം കുറവായിരിക്കും, മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും. കോൺസ്റ്റിറ്റ്വന്റ് എലമെന്റ്സിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാങ്കം കുറവായിരിക്കും. അതുപോലെ തന്നെ ഘടകമൂലകങ്ങളെക്കാൾ താപചാലകതയും വൈദ്യുത ചാലകതയും കുറവായിരിക്കും. അപ്പോൾ ലോഹസങ്കരങ്ങൾക്ക് ഘടകമൂലകങ്ങളെക്കാൾ ദ്രവണാങ്കം കുറവായിരിക്കും, അതുപോലെ താപചാലകതയും വൈദ്യുത ചാലകതയും കുറവായിരിക്കും. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ലോഹസങ്കരങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നൊക്കെ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്നതും അവയിൽ ഒരെണ്ണമെങ്കിലും ലോഹവുമാണെങ്കിൽ അത്തരം പദാർത്ഥങ്ങളെയാണ് ലോഹസങ്കരങ്ങൾ എന്ന് വിളിക്കുന്നത്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും ഒരു ഏകാത്മക മിശ്രിതമാണ് ലോഹസങ്കരം എന്ന് പറയുന്നത്. ലോഹങ്ങളെക്കാൾ മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാൻ കഴിവുള്ളവയുമാണ് ലോഹസങ്കരങ്ങൾ. ഘടകമൂലകങ്ങളെക്കാൾ ദ്രവണാങ്കം കുറവായിരിക്കും, അതുപോലെ തന്നെ ഘടകമൂലകങ്ങളെക്കാൾ താപചാലകതയും വൈദ്യുത ചാലകതയും കുറവായിരിക്കും. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ലോഹസങ്കരമാണ് ഓട്, വെങ്കലം, ബ്രോൺസ് എന്ന് നമ്മൾ പറയും. ഓട് അല്ലെങ്കിൽ വെങ്കലം അല്ലെങ്കിൽ ബ്രോൺസ് എന്ന് നമ്മൾ പറയും. ഇതാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ലോഹസങ്കരം. കോപ്പറും ടിന്നും ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരമാണ്. പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി, പ്രതിമകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് വെങ്കലം അല്ലെങ്കിൽ ഓട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ലോഹസങ്കരമാണ് പിച്ചള, ബ്രാസ് എന്ന് നമ്മൾ പറയും. കോപ്പറും സിങ്കും ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം. ഇതും പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോഹസങ്കരമാണ് ബ്രാസ്. ബ്രാസിലെ ഘടകമൂലകങ്ങളാണ് കോപ്പറും സിങ്കും. അപ്പോൾ കോപ്പറും സിങ്കും ടിന്നും ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം, കോപ്പർ, സിങ്ക്, ടിന്ന്, ഇവര് മൂന്ന് പേരും ചേർന്നുണ്ടാകുന്ന ഒരു ലോഹസങ്കരമാണ് ഗൺമെറ്റൽ എന്നാ പറയുക. ഗൺമെറ്റൽ, തോക്കിന്റെ ബാരലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഗൺമെറ്റൽ. ആ ഗൺമെറ്റലിലെ ഘടകമൂലകങ്ങളാണ് കോപ്പർ, സിങ്ക്, ടിന്ന് തുടങ്ങിയവ. അതുപോലെ മറ്റൊരു ലോഹസങ്കരമാണ് ഡ്യൂറാലുമിൻ. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് ആൽഫ്രഡ് വിൽമ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ കോപ്പർ, മഗ്നീഷ്യം, മാംഗനീസ് എന്നീ മൂലകങ്ങളോടൊപ്പം അലൂമിനിയത്തിനെ കൂടെ ചേർത്തുകൊണ്ട് ഒരു ലോഹസങ്കരം നിർമ്മിച്ചു. പിന്നീട് കൃത്യമായ അളവിൽ ഘടകമൂലകങ്ങളെ ചേർത്ത് അനുയോജ്യമായ താപനിലയിൽ ചൂടാക്കി ഡുറേൻ എന്ന സ്ഥലത്ത് വെച്ച് മറ്റൊരു ലോഹസങ്കരമാക്കി മാറ്റി.
എന്നിട്ട് ആ സ്ഥലത്തിന്റെ പേര് കൂടി ചേർത്ത് ഇതിനെ ഡ്യൂറാലുമിനിയം എന്ന് വിളിച്ചു. പിന്നീട് ഈ പേര് ഡ്യൂറാലുമിൻ എന്ന് മാറുകയാണ് ചെയ്തത്. അപ്പൊ ഡ്യൂറാലുമിനിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അലൂമിനിയം, കോപ്പർ, മഗ്നീഷ്യം, മാംഗനീസ്. വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, അതുപോലെ ആകാശ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയൊക്കെ ഭാഗങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഈ ലോഹസങ്കരത്തിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കും ചിറകുള്ള ലോഹം എന്ന് വിളിക്കും. അപ്പോൾ ചിറകുള്ള ലോഹം എന്നറിയപ്പെടുന്ന ലോഹസങ്കരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഡ്യൂറാലുമിൻ ആണ്. ഡ്യൂറാലുമിനിലെ ഘടകമൂലകങ്ങളാണ് അലൂമിനിയം, കോപ്പർ, മഗ്നീഷ്യം, മാംഗനീസ്. അതുപോലെ തന്നെ വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? അത് ഡ്യൂറാലുമിൻ ആണ്. നിർമ്മിച്ചത് ആൽഫ്രഡ് വിൽമ എന്ന് പറയുന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ്. അതുപോലെ മറ്റൊരു ലോഹസങ്കരമാണ് മഗ്നീഷ്യം. മഗ്നീഷ്യവും അലൂമിനിയവും ചേർന്നുണ്ടാകുന്ന ഒരു ലോഹസങ്കരമാണ് മഗ്നീഷ്യം. ഇതിന്റെ പ്രത്യേകത സമുദ്രജലത്തിൽ പോലും ലോഹനാശനത്തിന് വിധേയമാകാത്ത ലോഹസങ്കരമാണ് മഗ്നീഷ്യം. മഗ്നീഷ്യവും അലൂമിനിയവും ചേർന്നുണ്ടാകുന്ന ഒരു ലോഹസങ്കരമാണ് മഗ്നീഷ്യം. അയണും നിക്കലും ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരമാണ് ഇൻവാർ. അയണും നിക്കലും ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരമാണ് ഇൻവാർ. ക്ലോക്കിന്റെ പെൻഡുലം, അതുപോലെ അളവ് ഉപകരണങ്ങൾ, ഇവയുടെയൊക്കെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇൻവാർ ആണ്. ഇൻവാറിലെ ഘടകമൂലകങ്ങളാണ് അയണും നിക്കലും. അതുപോലെ നിക്രോമിലെ ഘടകമൂലകങ്ങളാണ് നിക്കല്, ക്രോമിയം, മാംഗനീസ്, അയണ്. നിക്രോമിലെ ഘടകമൂലകങ്ങള് നിക്കല്, ക്രോമിയം, മാംഗനീസ്, അയണ്. ഇത് ഹീറ്റിംഗ് എലമെന്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ്. അപ്പോൾ ഹീറ്റിംഗ് എലമെന്റുകളുടെ ഒക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് എന്ന് ചോദിച്ചാൽ അത് നിക്രോമാണ്. അതുപോലെ ഓസ്കാർ ശില്പത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ബ്രിട്ടാനിയം. ഓസ്കാർ ശില്പത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? അത് ബ്രിട്ടാനിയമാണ്. ബ്രിട്ടാനിയത്തിലെ ഘടകമൂലകങ്ങളാണ് ടിന്ന്, ആന്റിമണി, കോപ്പർ. ടിന്ന്, ആന്റിമണി, കോപ്പർ തുടങ്ങിയ ലോഹങ്ങൾ, തുടങ്ങിയ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു ലോഹസങ്കരമാണ് ബ്രിട്ടാനിയം. സ്ഥിരകാന്തങ്ങള്, പെർമനന്റ് മാഗ്നറ്റ്, സ്ഥിരകാന്തങ്ങള്, അവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. അപ്പൊ പെർമനന്റ് മാഗ്നറ്റുകള്, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് എന്ന് ചോദിച്ചാൽ അത് അൽനിക്കോയാണ്. അവയിലെ ഘടകമൂലകങ്ങളാണ് അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്, അയണ്. അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്, അയണ് തുടങ്ങിയവ ചേർന്നുണ്ടാകുന്ന ഒരു ലോഹസങ്കരമാണ് അൽനിക്കോ. സോൾഡറിംഗ് വയറുകളുടെ നിർമ്മാണത്തിന് വേണ്ടി, ഫ്യൂസ് വയറുകളുടെ ഒക്കെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് സോൾഡർ എന്ന് പറയും. ടിന്നും ലെഡും ചേർന്നുണ്ടാകുന്ന ഒരു ലോഹസങ്കരമാണ് സോൾഡർ. സോൾഡറിംഗ് വയറുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് സോൾഡർ. അപ്പൊ സോൾഡറിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ടിന്നും ലെഡുമാണ്. ടിന്നും ലെഡുമാണ്. സ്വർണവും വെള്ളിയും ചേർന്നുണ്ടാകുന്ന ഒരു ലോഹസങ്കരമാണ് ഇലക്ട്രം എന്ന് പറയും. സ്വർണവും വെള്ളിയും ചേർന്നുണ്ടാകുന്ന ഒരു ലോഹസങ്കരമാണ് ഏതെന്ന് പറയുന്നത് ഇലക്ട്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഘടകമൂലകങ്ങളാണ് അയണ്, ക്രോമിയം, നിക്കല്, കാർബൺ. അയണ്, ക്രോമിയം, നിക്കല്, കാർബൺ എന്നിവയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഘടകമൂലകങ്ങൾ. പഞ്ചലോഹത്തിലെ ഘടകമൂലകങ്ങളാണ് കോപ്പർ, സിൽവർ, ഗോൾഡ്, അയണ്. അതോടൊപ്പം തന്നെ ഈയവും കൂടി ചേർന്നാണ് പഞ്ചലോഹങ്ങൾ വരുന്നത്. പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം അത് കോപ്പർ ആണ്. അപ്പൊ പഞ്ചലോഹം എന്ന് പറഞ്ഞാൽ കോപ്പറും സിൽവറും ഗോൾഡും അയണും ഇവരോടൊപ്പം ഈയം കൂടി വരുമ്പോഴാണ് നമ്മൾ പഞ്ചലോഹം എന്ന് പറയുന്നത്. പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം അത് കോപ്പറാണ്. ഇനി അയണും കാർബണും ചേർന്നുണ്ടാകുന്ന ഒരു ലോഹ സങ്കരമാണ് സ്റ്റീല്. അയണും കാർബണും ചേർന്നുണ്ടാകുന്ന ഒരു ലോഹ സങ്കരമാണ് എന്ന് പറയുന്നത് സ്റ്റീല് എന്ന് പറയുന്നത്. ആ സ്റ്റീലിലെ കാർബണിന്റെ അളവനുസരിച്ച്
അനുസരിച്ച് ആ സ്റ്റീലിലെ കാർബണിന്റെ അളവനുസരിച്ച് അതിനെ നമുക്ക് മൈൽഡ് സ്റ്റീല്, മീഡിയം സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാം. മൈൽഡ് സ്റ്റീല്, മീഡിയം സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല് എന്നിങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതില് മൈൽഡ് സ്റ്റീല് എന്ന് പറഞ്ഞാൽ 0.05% മുതൽ 0.2% വരെ കാർബൺ അടങ്ങിയിട്ടുള്ളത്. 0.05% മുതൽ 0.2% വരെ കാർബൺ അടങ്ങിയിട്ടുള്ള സ്റ്റീലിനെയാണ് മൈൽഡ് സ്റ്റീല് എന്ന് പറയുന്നത്. മൈൽഡിന്റെ പ്രത്യേകത കാർഷിക ഉപകരണങ്ങളുടെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടി, കൃഷി ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റീലാണ് മൈൽഡ് സ്റ്റീല് എന്ന് പറയുന്നത്. 0.2% മുതൽ 0.5% വരെ കാർബൺ അടങ്ങിയ സ്റ്റീലാണ് മീഡിയം സ്റ്റീല് എന്ന് പറയും. 0.2% മുതൽ 0.5% വരെ കാർബൺ അടങ്ങിയ സ്റ്റീലിനെ നമ്മൾ വിളിക്കും മീഡിയം സ്റ്റീല് എന്ന് പറയും. റെയിൽ പാളങ്ങളുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്റ്റീല് എന്ന് പറയുന്നത് മീഡിയം സ്റ്റീലാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്റ്റീലാണ് ഹൈ കാർബൺ സ്റ്റീല്. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ഒക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്റ്റീലാണ് ഹൈ കാർബൺ സ്റ്റീല്. 0.6% മുതൽ 1.5% വരെ കാർബൺ അടങ്ങിയത്. 0.6% മുതൽ 1.5% വരെ കാർബൺ അടങ്ങിയ സ്റ്റീലാണ് ഹൈ കാർബൺ സ്റ്റീല് എന്ന് പറയുന്നത്. ഇനി അവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് താപോപചാരം അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. താപോപചാരം അതായത് സ്റ്റീലിനെ ചൂടാക്കിയും തണുപ്പിച്ചുമൊക്കെ സ്റ്റീലിന്റെ ഗുണങ്ങളിൽ വ്യത്യാസം വരുത്തുന്ന പ്രവർത്തനത്തെയാണ് താപോപചാരം എന്ന് പറയുന്നത്. സ്റ്റീലിനെ ചൂടാക്കിയും തണുപ്പിച്ചുമൊക്കെ അതിന്റെ ഗുണങ്ങളിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് താപോപചാരം അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്ന 3 പ്രക്രിയകളാണ്. ഒന്ന് അനിലിംഗ്, മറ്റൊന്ന് ഹാർഡനിങ് അല്ലെങ്കിൽ കെഞ്ചിങ് എന്ന് പറയും. അടുത്തതാണ് ടെമ്പറിങ്. അനിലിംഗ്, ഹാർഡനിങ്, ടെമ്പറിങ്. അനിലിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റീലിനെ മൃദുവാക്കുന്നു. അതായത് നമ്മൾ സ്റ്റീലിനെ നന്നായിട്ട് ചൂടാക്കുന്നു. നല്ല ചുട്ടുപഴുത്ത സ്റ്റീലിനെ പതുക്കെ വളരെ സാവധാനത്തിൽ നമ്മൾ തണുപ്പിക്കുന്നു. അങ്ങനെ സ്റ്റീലിനെ മൃദുവാക്കുന്ന പ്രക്രിയയാണ് അനിലിംഗ് എന്ന് പറയുന്നത്. ഹാർഡനിങ് അല്ലെങ്കിൽ കെഞ്ചിങ് എന്ന് പറഞ്ഞാൽ സ്റ്റീലിനെ, ചുട്ടുപഴുത്ത സ്റ്റീലിനെ നന്നായിട്ട് ചൂടാക്കി ചുട്ടുപഴുത്ത സ്റ്റീലിനെ പെട്ടെന്ന് എണ്ണയിലോ വെള്ളത്തിലോ മുക്കി തണുപ്പിക്കുക. പെട്ടെന്ന് തണുപ്പിക്കുക. ചുട്ടുപഴുത്ത സ്റ്റീലിനെ എണ്ണയിലോ വെള്ളത്തിലോ മുക്കി പെട്ടെന്ന് തണുപ്പിക്കുക. അങ്ങനെ സ്റ്റീലിന്റെ കാഠിന്യം കൂട്ടുന്ന പ്രക്രിയയാണ് ഹാർഡനിങ് എന്ന് പറയുന്നത്. സ്റ്റീലിനെ മൃദുവാക്കുന്ന പ്രക്രിയയാണ് അനിലിംഗ്. സ്റ്റീലിനെ കാഠിന്യം കൂട്ടുന്ന പ്രക്രിയയാണ് ഹാർഡനിങ് അല്ലെങ്കിൽ കെഞ്ചിങ്. ഹാർഡനിങ് കഴിഞ്ഞ സ്റ്റീലിനെ വീണ്ടും വായുവിൽ ചൂടാക്കി സാവധാനം തണുപ്പിക്കുന്ന പ്രക്രിയയാണ് ടെമ്പറിങ്. ഹാർഡനിങ്ങിന് വിധേയമാക്കിയ സ്റ്റീലിനെ വീണ്ടും വായുവിൽ ചൂടാക്കണം, എന്നിട്ട് സാവധാനം തണുപ്പിക്കണം. ആ പ്രക്രിയയാണ് ടെമ്പറിങ് എന്ന് പറയാം. ടെമ്പറിങ് എന്ന് പറയും. അതുപോലെ മറ്റൊരു കാര്യമാണ് അലോയി സ്റ്റീല്. അലോയി സ്റ്റീല് ഒന്നോ അതിലധികമോ ലോഹങ്ങൾ ചേർന്നുണ്ടാകുന്ന സ്റ്റീലാണ് അലോയി സ്റ്റീല് എന്ന് പറയും. ഒന്നോ അതിലധികമോ ലോഹങ്ങൾ ചേർന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ അലോയി സ്റ്റീല് എന്ന് പറയും. വിവിധ തരത്തിലുള്ള സ്റ്റീലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ലോഹങ്ങൾ എന്ന് പറയുന്നത് നിക്കല്, ക്രോമിയം, മാംഗനീസ്, ടൈറ്റാനിയം, ടങ്സ്റ്റൺ, വനേഡിയം ഇതുപോലുള്ള ലോഹങ്ങളെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒന്നോ അതിലധികമോ ലോഹങ്ങൾ ചേർന്നുണ്ടാകുന്ന സ്റ്റീലിനെ നമ്മൾ അലോയി സ്റ്റീല് എന്ന് പറയും. അപ്പോൾ രസതന്ത്ര വിഭാഗത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. ലോഹസങ്കരങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക.